ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് അസാസിൻസ് ക്രീഡിൻ്റെ സ്റ്റീൽ ബുക്കാണ്. ഇതാണ് ഫ്രണ്ട്, ഇതാണ് ബാക്ക് സൈഡ്. ഈ സ്റ്റീൽ ബുക്ക് വരുമ്പോൾ നോർമലി അകത്ത് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതാണ് ഫോട്ടോ. ഡിസ്ക് കാണിക്കാം. ഇതാണ് 4K ഡിസ്ക്, ഇതാണ് ബ്ലൂറേ ഡിസ്ക്. ഇത് റീജിയൻ ബി ആണ് വരുന്നത്. അസാസിൻസ് ക്രീഡ് എന്ന് പറയുന്നത് 2011 ഇറങ്ങിയ ഒരു ഗെയിമാണ്. UB സോഫ്റ്റിൻ്റെ ഒരു ഗെയിമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് 2016 വന്ന മൂവിയാണ് അസാസിൻസ് ക്രീഡ്. ജസ്റ്റിൻ ക്രുസലാണ് ഡയറക്ടർ. മൈക്കിൾ ഫാസ്ബെൻഡർ എന്ന് പറഞ്ഞ ആക്ടറാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതായത് അസാസിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയാണ്. ഈ മൂവിക്ക് സീക്വൽസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതിന് ഫസ്റ്റ് റിലീസ് ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ നെഗറ്റീവ് റിവ്യൂസ് വന്നതുകൊണ്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്ന് നല്ലപോലെ എൻഗേജിങ് ആയിട്ട് ഒരുപാട് ഫ്രാഞ്ചൈസികൾ കാര്യങ്ങൾ വന്നിട്ടുള്ള ഗെയിം തന്നെയാണ് അസാസിൻസ് ക്രീഡ്. സ്റ്റിൽ അതിൻ്റെ മൂവി വന്നിട്ട് ഇത്രയും വലിയൊരു ഫെയിലിയർ ആവാൻ കാര്യം ഇതിൻ്റെ പ്ലോട്ട് തന്നെയാണ്. അതായത് ഗെയിം ഏത് രീതിക്ക് വർക്കായോ അതിൻ്റെ 1% പോലും ഈ മൂവി വർക്കായിട്ടില്ല. കാരണം ഇതിൻ്റെ സ്റ്റോറി ബേസിക്കായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് ഒരാൾ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ആൻസിസ്റ്റേഴ്സിൻ്റെ മെമ്മറിയിൽ പോകുന്നതും ആ മെമ്മറി റീലീവ് ചെയ്യുന്നതുമായിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. പക്ഷേ ഈ മൂവിയിൽ കാണിച്ച സ്റ്റോറിക്ക് ഒരു രീതിക്കും ഗെയിമുമായിട്ട് കണക്ഷനും ഇല്ല, ഒരു രീതിക്ക് നമ്മളുമായിട്ടും കണക്റ്റ് ആവുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഫെയിലിയറിൻ്റെ കാര്യം. ഇനി ഡിസ്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 4K ഡിസ്കിൽ ഡോൾബി വിഷൻ വന്നിട്ടില്ല, HDR മാത്രമേ ഉള്ളൂ. കുറച്ച് നൈറ്റ് സീൻസും ഒരു 1-2 ഫൈറ്റ് സീക്വൻസ് മാത്രമേ ഈ മൂവിയിലുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഓഡിയോ വരുന്ന ഡോൾബി അറ്റ്മോസ് ആണ്. ഈ 2 സീൻസിന് വേണ്ടി മാത്രം ഡോൾബി അറ്റ്മോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്യൂ വന്നത് വെച്ചാൽ BluRays DTSൻ്റെ 7.1 വരുന്നത്. സ്റ്റിൽ എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം റീജിയൻ ബി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പ്ലേ ചെയ്തിട്ടില്ല. ഈ മൂവി മൊത്തത്തിലേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ Blu-ray മാത്രം ട്രൈ ചെയ്താൽ മതിയാവും. കാരണം അത്രയ്ക്ക് വലിയ വർക്കോ ടെക്നിക്കലി ഉള്ളൊരു സംഭവമൊന്നുമില്ല. മൂവി എൻഗേജിങ് അല്ല. അപ്പം മൊത്തത്തിൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ മൂവി. പിന്നെ നിങ്ങൾക്ക് ഒരു കളക്റ്റിബിൾ ഐറ്റമായിട്ട് ഇതുപോലുള്ള സ്റ്റീൽ ബുക്സ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. വേറെ വീഡിയോയിൽ വേറെ മൂവിയായിട്ട് കാണാം. ബൈ.